നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും കർത്താവ് തന്ന വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഓരോ ദിനങ്ങളും നമ്മളെ വഴി നടത്തുന്ന വലിയ കൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ആമീൻ. നമ്മളെപ്പോഴും നമ്മൾ അറിയേണ്ട കാര്യം, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാ ശക്തിയെ നമ്മൾ തിരിച്ചറിയണം. ഇത് തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിനകത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. ഞാൻ പലപ്പോഴും എടുത്തുപോയ ഭാഗങ്ങളാണ്. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് മാനവരാശിയുടെ പാപങ്ങളെ നീക്കിയതിനു ശേഷം അവരുടെ മേൽ യേശുവിൻ്റെ മേൽ പകരപ്പെട്ട അതേ ജീവനെ, അതേ ആത്മാവിനെ പകരുവാനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, യോഹന്നാൻ മാനസാന്തര സ്നാനം ചെയ്യുമ്പോൾ യേശു വരുന്ന സ്നാനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാ സ്നാനം നടത്തുവാനാണ്. പരിശുദ്ധാത്മാവിനാൽ തീയാൽ നിങ്ങളെ സ്നാനപ്പെടുത്തും. മത്തായിയുടെ സുവിശേഷം, ലൂക്കോസ്, യോഹന്നാൻ എല്ലാത്തിനകത്തും ഇത് തന്നെ പറഞ്ഞു വെച്ചിട്ട്, ഞാൻ വേഗത്തിൽ കടന്നു പോവുക, സമയം ഇച്ചിരി കടന്നു പോയതുകൊണ്ടാണ് വേഗത്തിൽ കടന്നു പോകുന്നത്. ഇതെല്ലാം യേശു പറഞ്ഞു വെച്ചതിന് ശേഷം തൻ്റെ ശിഷ്യന്മാരെ കൂടെ നിർത്തി അവരോട് വാഗ്ദത്തങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു. എന്നിട്ട് യേശു ഉയർത്തെഴുന്നതിന് ശേഷം അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, എൻ്റെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. അപ്പോൾ യേശു പറഞ്ഞു വെച്ചു, പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കാത്തിരിക്കണം. ഈ വാഗ്ദത്തം നിങ്ങളുടെ മേൽ ലഭിക്കപ്പെടും. അടുത്ത മണ്ഡലത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ വീണ്ടും പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിൽ, യഹൂദിയയിലും ശമരിയയിലും ലോകത്തിനറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ പകരപ്പെടുമ്പോൾ നിങ്ങൾ ഇന്ന് പകലിൽ അറിയപ്പെടണം, നിങ്ങളുടെ അകത്ത് അറിയണം. പരിശുദ്ധാത്മാവ് പകരപ്പെടുന്ന എന്ന് പറയുമ്പോൾ ദൈവത്താൽ തെരഞ്ഞെടുപ്പുള്ളവരുടെ മേലാണ് പരിശുദ്ധാത്മാവ് പകരപ്പെടുന്നത്. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവം തെരഞ്ഞെടുത്ത് അവൻ്റെ ആത്മാവിനെ, അവൻ്റെ ജീവനെ പകരുകയാണ്. അത് ആരിലുമാകാം, അത് ഏത് മനുഷ്യരിലും വേണമെങ്കിലും പകരാം. അതുകൊണ്ടാണ് പഴയ നിയമത്തിനകത്ത് ഏലിയാവിൻ്റെ മേലിരുന്ന ആത്മാവിനെ ദൈവം പറയുന്നു, നീ ഏലീശായെ വിളിക്കാൻ പറയുന്നു. അപ്പോൾ ഏലീശ ഏതാ? കണ്ടത്തിനകത്ത് കൃഷി കാളയുടെ കൂട്ടത്തിൽ കാളയെ ഉഴുതുകൊണ്ടിരിക്കുന്ന കാളയുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന. അപ്പോൾ ഓർത്ത് നോക്കണം, പകരപ്പെടുവാനിരിക്കുന്ന ആത്മാവിനെ നിങ്ങൾ ശ്രദ്ധിച്ചേ. പകരപ്പെടുവാനിരിക്കുന്ന ആത്മാവിനെ അവൻ്റെ യോഗ്യതകളോ അവൻ്റെ വിദ്യാഭ്യാസമോ അവൻ്റെ മണ്ഡലങ്ങളോ നോക്കിയിട്ടല്ല ദൈവം പറയുന്നത്. ദൈവം തെരഞ്ഞെടുക്കുന്നവരുടെ മേൽ അവൻ ആത്മാവിനെ പകരപ്പെടും. ഇന്ന് ദൈവം ഒരുവനെ തെരഞ്ഞെടുപ്പെട്ടാൽ അവൻ എത്ര വലിയ പൊസിഷനിൽ ഇരിക്കുന്നവനാണേലും അവൻ്റെ മേൽ അവൻ്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നിങ്ങളുടെ അകത്തറിയണം, ശൗൽ എന്ന് പറയുന്നവൻ ദൈവസഭയ്ക്കും ദൈവത്തിനെതിരെ പീഡനങ്ങൾ നടത്തി വന്നവൻ്റെ മേൽ പരിശുദ്ധാത്മാവിനാൽ പിടിക്കപ്പെട്ടവനായി, ആത്മാവൻ്റെ മേൽ പിടിക്കപ്പെട്ടവനായി, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ശൗലിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പകരപ്പെടുമ്പോൾ ശൗല് പറയുന്ന വാക്ക് കണ്ടോണം, സകലതും ചപ്പെന്നും ചവറെന്നും എണ്ണുവാൻ കൃപ കൊടുത്തത് അവൻ്റെ ജീവൻ അവൻ്റെ മേൽ പകരപ്പെട്ടതുകൊണ്ടാണ്. അപ്പം ദൈവം ഒരുവനെ തിരഞ്ഞെടുക്കുവാണെങ്കിൽ നമ്മൾ ഇന്ന് ഈ പകലും നമ്മുടെ അകത്തറിയണം, ദൈവം ഒരുവനെ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ പൊസിഷൻ വിഷയമല്ല. ഇന്ത്യയുടെ പരമോന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ വേണേലും പരിശുദ്ധാത്മാവിന് ഈ സമയം തൊടുവാൻ പറ്റും. ഹല്ലേലൂയ. ശൗലിനെ തിരഞ്ഞെടുത്ത പോലെ അവരെ തിരഞ്ഞെടുക്കാൻ പറ്റും. അതിനകത്ത് നിങ്ങളുടെ അകത്ത് തിരിച്ചറിഞ്ഞോണം, ഏത് മണ്ഡലത്തിലുള്ളവരെന്നുള്ള ല്ല, ആത്മാവ് ഒരുവനെ തിരഞ്ഞെടുത്താൽ അവന് ദൈവത്താൽ ഉപയോഗിക്കുന്നവനായി മാറും. ഹല്ലേലൂയ. ആരുടെ മേൽ വേണേലും, അവൻ കർഷകനാകാം, അവൻ കച്ചവടക്കാരനാകാം, മന്ത്രിയാകാം, MLA ആകാം, IAS കാരനാകാം, IPS കാരനാകാം, ഏതുമായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ ഒരു ദേശത്തിന്മേൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ, ദൈവം തിരഞ്ഞെടുത്തവൻ്റെ മേൽ ആത്മാവിനെ പകരപ്പെടുമ്പോൾ, അവൻ്റെ ശക്തിയെ പകരപ്പെടുമ്പോൾ, അവൻ ലോകത്തോട് വിളിച്ചു പറയും, യേശുവിന് സാക്ഷ്യമുള്ളവനായി മാറുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ നമ്മുടെ അകത്ത് നമ്മൾ ദൈവസന്നിധിയിൽ അറിയണം, നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവശക്തിയെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നു? തിരിച്ചറിയുന്നവരായി മാറണം. ഹല്ലേലൂയ. ഈ അത്യന്ത ശക്തി നമ്മുടെ മേൽ മൺകൂടാൻ നമ്മൾ ഇതിനെ തിരിച്ചറിയാതെ പോകുന്ന, നമ്മൾ തിരിച്ചറിയുന്നത് എവിടെയാണെന്നറിയാമോ? പ്രാർത്ഥനാ ഹോളിൽ വരുമ്പോൾ നമ്മൾ കൈകളും കാലുകളൊക്കെ ഇട്ട് അടിച്ച് ആരാധിക്കുമ്പോഴാണ് നമ്മുടെ മേൽ പരിശുദ്ധാത്മ ശക്തി ഉണ്ടാകുമെന്ന് നമ്മൾ അറിയുന്നത്. എന്നാൽ പരിശുദ്ധാത്മ ശക്തി എന്ന് പറയുന്നത് പ്രവൃത്തിക്കകത്ത് വരും.
പരിശുദ്ധാത്മ ശക്തി പ്രവൃത്തിയിലാണ് വരുന്നത്. പ്രവൃത്തിയിൽ വരുന്നതാണ് ആത്മാവിൻ്റെ ശക്തി. നിങ്ങൾ സുന്ദരമെന്ന ഗോപുരത്തിൻ്റെ വാതിൽക്ക് വരുമ്പോൾ അവർ അന്യഭാഷയിൽ പറഞ്ഞൊന്നും ആരാധിച്ചില്ല. അവരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഈ ശക്തി ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പൊന്നും വെള്ളിയും ഞങ്ങളുടെ കയ്യിലില്ല, നസ്രാന യേശുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെ മേലിരിക്കുന്ന അഭിഷേകത്താൽ അവൻ എഴുന്നേൽക്കുന്നുവെങ്കിൽ ഇന്ന് ഈ പകൽ പരിശുദ്ധാത്മാവിൽ ഇറങ്ങുന്ന ഈ ശക്തി ആരുടെ മേൽ പകരപ്പെട്ടിട്ടുണ്ട്? നമ്മുടെ മേൽ പകരപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിച്ചോ. സ്തോത്രം ചെയ്യും. നിങ്ങളെ ഓർത്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ദൈവവും ഇവിടെ നിങ്ങൾ അറിയണം, ഇവിടെ യേശുക്രിസ്തു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെയും ഇപ്പൊ നിങ്ങളെ സ്വർഗം ആഗ്രഹിക്കുന്ന എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. പിടികിട്ടിയോ? ദൈവത്തിൻ്റെ ജ്ഞാനവും പരിജ്ഞാനവും അവൻ അത്യന്ത ശക്തി എന്നതാണെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ഹൃദയദൃഷ്ടി എന്ത് ചെയ്യണം? പ്രകാശിക്കണം. എന്നിട്ട് പറയുക, അവന്റെ വിളിയാലുള്ള ആശ എന്നതെന്ന് ഇവിടെ നിങ്ങളുടെ അകത്ത് പറഞ്ഞു, അവൻ എന്തിനാണ് എന്നെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ദൈവം എന്തിനാണ് എന്നെ വിളിച്ചിരിക്കുന്നത് തിരിച്ചറിയാമത്തോടത്തോളം കാലം ഒരു നാമമാത്ര വിശ്വാസിയെ പോലെ ഇങ്ങനെ അങ്ങ് പോകും. ദൈവം നമ്മുടെ മേൽ ഇട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി എന്നതാണെന്ന് ആരറിയണം? നമ്മൾ തിരിച്ചറിയണം. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. ഇവിടെ പറയുന്നു, അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് വിശുദ്ധന്മാരാൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം വിശ്വസിക്കുന്ന ഇപ്പോൾ പൗലോസ് പറയും സബ്ജക്റ്റ്, ഈ ശക്തിയുടെ വലിപ്പം എന്നതാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതറിയാത്തിടത്തോളം കാലം നിങ്ങൾ ശിശുവാണ്. ഈ പവർ എന്നതാ, എൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എന്നാന്ന് അറിയാത്തിടത്തോളം കാലം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, ഇരുട്ടിൻ്റെ പോരിൻ്റെ ശക്തി ഞങ്ങളുടെ മേലുണ്ട്, അന്ധകാരത്തിൻ്റെ ശക്തിയുണ്ട്, എന്തോ പിടിച്ചു വച്ചിരിക്കുക. ഇതെല്ലാം നിങ്ങളുടെ അകത്ത് തോന്നൽ വരുത്തുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയോ? ഈ ശക്തിയുടെ മഹത്വം എന്നതാണെന്ന് തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് പൗലോസ് ഇവിടെ പറയുക, അതുകൊണ്ട് ഹൃദയദൃഷ്ടി എന്ത് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പൗലോസ് പറയുക, ഇവരുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിച്ചിരുന്നുവെങ്കിൽ, ഈ അത്യന്ത ശക്തി എന്നാന്ന് ഇവരൊന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഇവർ ഈ പ്രതിസന്ധിയിൽ നിന്ന് ഇവർ ജയമെടുക്കാൻ പറ്റുമായിരുന്നു. ഈ ശക്തിയുടെ വലിപ്പം ഇവർ അറിയാത്തിടത്തോളം കാലം, ആത്മാവിൻ്റെ നിറവെന്നാന്ന് അറിയാത്തിടത്തോളം, ആ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മേൽ പകരപ്പെട്ട ദൈവശക്തി, ഈ പരിശുദ്ധാത്മ ശക്തി എന്നതാണെന്ന് തിരിച്ചറിയാത്തിടത്തോളം കാലം ഒരു വിടുതലിലേക്ക് വരത്തില്ല. പരിശുദ്ധാത്മ ശക്തി നിങ്ങളുടെ മേൽ അകത്തു പകരപ്പെട്ടിരിക്കുന്ന ദൈവശക്തിയെ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. ഇപ്പം നോക്കിയാൽ സെഗിയോമാളെ മുറിവെച്ച് അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നു. പകരപ്പെട്ട ശക്തിയെ ആര് തിരിച്ചറിയുന്നുണ്ട്? പത്രോസ് കൂടെയുള്ള യോഹന്നാൻ തിരിച്ചറിഞ്ഞു, ഞങ്ങളുടെ മേൽ പകരപ്പെട്ട ദൈവശക്തി എന്നാണെന്ന്. അവർ വന്നു, ആ ശക്തിയിൽ വന്ന് അവർ 2-ാമത്തെ അധ്യായത്തിനകത്ത് വന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് അവർ പ്രസംഗിക്കുന്നു. 3-ാമത്തെ അധ്യായത്തിനകത്ത് വന്നപ്പോൾ ഇവരുടെ മേൽ, പത്രോസിൻ്റെ മേൽ, യോഹന്നാൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ശക്തി എന്നതാണെന്ന് അവർ തിരിച്ചറിയുന്നതുകൊണ്ടാണ് സുന്ദരമെന്ന ഗോപുരത്തിൻ്റെ വാതിക്കൽ വരുന്നവൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പൊന്നും വെള്ളിയും ഞങ്ങളുടെ കയ്യിലില്ല, നസ്രാന യേശുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ നടക്കാൻ കാരണമായി തീരുന്നത് അവരുടെ മേൽ പകരപ്പെട്ട ദൈവശക്തി എന്നാന്ന് അവർ തിരിച്ചറിയുന്നത് കൊണ്ടാണ്.
നിങ്ങളുടെ മേൽ പകരപ്പെട്ട ദൈവശക്തി എന്നതാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ചിലർ വന്നിച്ച് കണ്ണടച്ച് തലം വെട്ടിച്ചിട്ട് അവർ പറയും അയലോക്കംകാരൻ ഏതാണ്ട് ചെയ്തത് കൊണ്ടാണ് നിങ്ങളുടെ ഭവനം ഇങ്ങനെ നിൽക്കുന്നു പറയും. പക്ഷെങ്കിൽ അതറിയണമെന്ന് വരികിൽ നിങ്ങളുടെ മേൽ പകരപ്പെട്ട ദൈവശക്തി എന്നതാണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ എൻ്റെ വണ്ടി നോക്കാൻ വേണ്ടി വന്നു മനുഷ്യനാണ്. ആ പുള്ളി കണ്ണടച്ച് തലയെല്ലാം വെട്ടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആഞ്ഞിലിയുടെ ചൂട്ടിനകത്ത് ആഞ്ഞിലിയുടെ ആഞ്ഞിലി എന്ന് പറയുന്നൊരു മരത്തിൻ്റെ ചൂടിനകത്ത് ഇപ്പോൾ പറമ്പാമ ആഞ്ഞിലി കാണും, അതിൻ്റെ ചൂട്ടിൽ നിനക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ചെയ്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത്. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് എന്തോ പ്രശ്നം? ഞങ്ങൾക്ക് എവിടെയും പ്രശ്നം? ഞങ്ങൾ അറിയുന്നു പോലുമില്ല. ഞങ്ങൾ അർഹതപ്പെടാത്തതിലേ കൂടെ ദൈവം ഞങ്ങളെ നടത്തി ഉയർത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരുത്തം എന്ന് പറയും, ഒരു പ്രതികൂലം ഞങ്ങളുടെ ഇന്ന് പകല് നിങ്ങൾ അറിയണം. നിങ്ങളുടെ ഇപ്പം നിങ്ങൾ ശരിയായിരിക്കും, നിങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും മറിഞ്ഞു വേണ്ടി നിങ്ങളുടെ കാലിലെ തൊലിയും കൂടെ പോയിട്ടുള്ള തീർന്നു ഇവൻ പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ അകത്തറിയണം, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാ. ഈ ശക്തിയുടെ മുന്നിൽ പിശാച് കീഴടങ്ങപ്പെട്ട ശക്തിയാ. ഈ ശക്തിയുടെ മുന്നിൽ സകല പൈശാചിക ശക്തികളും കീഴടങ്ങണം. സകല നാമത്തേക്കാൾ മേലായ ഒരു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാ നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത്. ഈ ശക്തിയെ എന്ത് ചെയ്യണം? നമ്മളത് തിരിച്ചറിയണം. തിരിച്ചറിയുന്നവനാണ് ജയാളിയായി മാറുന്നത്. കാൽവരി ക്രൂശിൽ യേശു മരിച്ചു, അവിടെ കൊണ്ട് അവസാനിക്കുകയായിരുന്നെങ്കിൽ ഓക്കെയാണ് ഈ പറഞ്ഞത്. കാൽവരി ക്രൂശിൽ മനുഷ്യനാൽ കൊല്ലപ്പെടുകയും കല്ലറയിൽ അടക്കപ്പെടുകയും പടയാളികൾ കാവൽ നിൽക്കുകയും അതിനെ മൊത്തമായി സീൽ ചെയ്യുകയും എല്ലാം ചെയ്തിട്ടും കല്ലിനെ ഉരുട്ട് മാറ്റി ഉയർത്തെഴുന്നേറ്റ ഒരു യേശുവാണ്, അവൻ്റെ ആത്മാവാണ് നിങ്ങളുടെ മേൽ പകരപ്പെടുന്നെങ്കിൽ ഇന്ന് ഈ പകൽ അറിയണം, നീ ഒരു പരാജയമല്ല, യേശു ക്രിസ്തു നീ ഒരു ജയമാണ്. ഹല്ലേലൂയ. അകത്തിത്തെ ദൃഷ്ടി നീ പ്രകാശിക്കണം. ലോകം നിന്റെ മേൽ കൊണ്ടിട്ട് പറയാ ഇത് പോരാട്ടമാണെന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറെ, ഒരു പോരുമില്ല, പോരാട്ടവുമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ആരാന്നറിയോ? കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരുവനെ അത്രയോ ഞങ്ങൾ ആരാധിക്കുന്നത്. ക്രൂശിൽ കിടക്കുന്നവനെ അല്ല, കല്ലറയിൽ അടക്കപ്പെട്ടവനെ അല്ല, അടക്കപ്പെട്ടവൻ ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തവനെ അത്രയോ ഞങ്ങൾ ആരാധിക്കുന്നത്. അവൻ എന്നിട്ട് ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു, 2 3 അവരുടെ നാമത്തിൽ എവിടെ കൂടിയാൽ അതിൻ്റെ മധ്യത്തിൽ ഞങ്ങൾ വരാമെന്ന് വാഗ്ദത്തം ചെയ്ത ഒരുവനെ ഉള്ളൂ. അവൻ ഞങ്ങളുടെ കർത്താവാണ്, അവൻ ഞങ്ങളുടെ കർത്താവാണ്. ഇന്ന് വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് ഞങ്ങൾ ഭയത്തിന്റെ കീഴിലല്ല, ഞങ്ങൾ ആയിരിക്കുന്ന ജയത്തിന്റെ കീഴിലാണ്. എത്ര വലിയ പ്രതികൂലത്തിന്റെ കാറ്റടിച്ചാൽ, എത്ര വലിയ പ്രതിസന്ധികൾ വന്നാൽ, എത്ര വലിയ പ്രതികൂല സാഹചര്യങ്ങൾ ഞങ്ങൾ വന്നാൽ, ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഞങ്ങൾ ആരാധിക്കുമ്പോൾ യെരിഹോ മതിൽ തന്നെ താഴ്ന്നു പോകും. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവം ആരാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ദൈവം ചെങ്കടലിനെ വിഭാഗിച്ചവനാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവം യെരിഹോ മതിലിനെ താഴ്ത്തിയവനാണ്. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ആരെന്ന് അറിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നുവെങ്കിൽ മരിച്ചവനെ ഉയർപ്പിച്ചവനാ, നാറ്റം വെച്ചവനെ ഞങ്ങളുടെ കൂടെ ഇരുത്തുവാൻ തയ്യാറായ ഒരു യേശു ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു വരണം. അവന്റെ മേൽ വ്യാപരിക്കുന്ന അതേ ആത്മാവത്രേ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിനാ ഞങ്ങൾ ഇന്ന് പകൽക്കാലം വിളിച്ചു വരണം. ഈ പ്രതിസന്ധിയെ ഞങ്ങൾ ജയിക്കുന്നവരത്രേ. ഹല്ലേലൂയ. പ്രതിസന്ധിയെ ഞങ്ങൾ ജയിക്കുന്നവരത്രേ. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? ഇന്ന് ഈ പകൽക്കാലം നിങ്ങൾ അറിയണം, ദൈവത്തിന്റെ അവന്റെ മഹത്വത്തെ, അവന്റെ വലിപ്പത്തെ അറിഞ്ഞു 2 പേരുണ്ടായിരുന്നു. അവരുടെ ഒരു പൗലോസും ശീലാസും എന്നുമാ. കാരാഗ്രഹത്തിനകത്ത് അവരിട്ടു. ആമത്തിൽ അവരുടെ കൈകളും കാലുകളും പൂട്ടിയിട്ടു. പടയാളികൾ വിചാരിച്ചു ഇങ്ങനെ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് അനങ്ങാൻ പറ്റത്തില്ലല്ലോ. പടയാളികൾ കാവൽ നിൽക്കാൻ തുടങ്ങി. പക്ഷെ പൗലോസിനും ശീലാസിനും ഒരു കാര്യം അറിയാം, ഞങ്ങൾ ആരാധിക്കുന്നവന്റെ മഹത്വവും വലിപ്പവും അവർക്ക് അറിയാം. ഹല്ലേലൂയ. അവർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ പറയുന്നു, വചനം പറയുന്നു, സക തടവുകാർ അവരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വലിപ്പമേറിയവന്റെ സാന്നിധ്യം എന്നറിയോ? കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ ഇളക്കിയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിക്കാം, തടഞ്ഞു വെക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. നിന്റെ ഭവനത്തെ തകർക്കുമെന്നോ നിന്റെ തലമുറയെ തകർക്കുമെന്നോ ഒരു മന്ത്രവാദി വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല. നിന്റെ തലമുറയുടെ മേൽ ദൈവമിട്ട വാഗ്ദത്തത്തെ തന്നെ നടത്തുവാൻ അവൻ സർവശക്തനായ ദൈവമാ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് വചനം പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചു അവൻ എൻ്റെ ഉപനിധിയായവനാ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്വന്തം
സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് ഈ പകൽ നിങ്ങളുടെ അകത്തറിയണം, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. യോഹന്നാൻ പറയുന്നു, മരണത്തെ ജയിക്കുന്ന യോഹന്നാൻ, അല്ലെങ്കിൽ വൃദ്ധനായിരിക്കുന്ന യോഹന്നാനെ അല്ലെങ്കിൽ നീറോ ചക്രവർത്തി കൊണ്ടുവന്ന് തിളച്ച എണ്ണയ്ക്കകത്തിടുന്നു. അതിന് അടപ്പുകൾ പൊക്കി നോക്കുമ്പോ യോഹന്നാൻ ഒരു കുഴപ്പവുമില്ല. യോഹന്നാനോടൊരു ചോദ്യം, യോഹന്നാന്റെ മുഖത്തേക്ക് നോക്കിയ യോഹന്നാൻ പറഞ്ഞു, ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ എന്റെ കൂട്ടത്തിലുണ്ട്. ഇന്ന് പകൽ വിളിച്ചു പറയണ, ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ എന്റെ കൂട്ടത്തിലുള്ളത്. ഹല്ലേലൂയ. ഈർച്ചവാളിന്റെ മധ്യത്തിലിടുമ്പോഴും യോഹന്നാനെ മുറിപ്പെടുത്താൻ പറ്റുന്നില്ല. പത്മോസിനകത്ത് വലിച്ചെറിയുമ്പോഴും അവിടെ നിന്നുകൊണ്ട് യോഹന്നാൻ പറയുന്നു, ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ എന്റെ കൂടെ ഇരിപ്പുണ്ട്. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയണ, എന്റെ കൂടെ ഉള്ളവൻ ആരെന്ന് ഞാൻ തിരിച്ചറിയുന്നവനാ. യേശുവിന്റെ നാമത്തെ എത്ര പേരുന്ന് വ്യാപരിക്കുന്നുണ്ട് ഈ ദൈവശക്തി. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം, നിങ്ങളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനെന്ന് ഒന്ന് തിരിച്ചറിയ, അവരുടെ ജ്ഞാനത്തിന്റെ പരിജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ തുറക്കേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങൾ വിളിയാലുള്ള ആശയെന്ന് തിരിച്ചറിഞ്ഞാൽ, ഇന്ന് പകൽക്കാലം ആത്മാവിനകത്ത് അറിയണം, എന്റെ മേൽ വ്യാപരിക്കുന്നത് അസാധാരണമായ ഒരു ശക്തിയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഹല്ലേലൂയ, ആമേൻ. എന്നിട്ട് പറയും, 20ാമത്തെ വാക്യം പറയുന്നു, അങ്ങനെ അവൻ ക്രിസ്തുവിലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. നിങ്ങളുടെ അകത്ത് പിടികിട്ടുന്നുണ്ടോ? മനുഷ്യൻ നോക്കി നിൽക്കുമ്പോൾ 3 ആണികളിൽ തകർക്കപ്പെട്ടവനായി ശീലകളിൽ ചുറ്റി മനുഷ്യൻ തന്നെ കൊണ്ടത് കല്ലറയിൽ വെച്ചു, അതിന് കാവലിനെ ഏൽപ്പിച്ചു. പടയാളികൾ കാവലായി. റോമാ ഗവൺമെന്റിന്റെ സീലുകൾ അതിൽ പതിപ്പിച്ചു. പക്ഷെ 3-ാം ദിനമെന്നൊരു ദിനമുണ്ടെങ്കിൽ, വാഗ്ദത്തം യേശുവിന്റെ മേൽ കിടപ്പുണ്ടെങ്കിൽ, ഇവിടെ പറയുന്ന വാക്കുണ്ടോ? അങ്ങനെ അവർ ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവരെ അതേ ആത്മാവ് നിങ്ങളുടെ മേൽ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ഒരു മന്ത്രവാദി നിങ്ങളുടെ അടുത്തോട്ട് വരത്തില്ല, ഒരു ആഭിചാരക്കാരൻ നിങ്ങളുടെ അടുത്ത് വരത്തില്ല. ഈ പ്രശ്നം തൽക്കാലമാ ബ്രദറെ, ഈ പ്രതിസന്ധി കുറച്ച് നാളേ ഉള്ളൂ, പക്ഷെ ഇതിനെയും ഞാൻ ജയിക്കുന്ന ഒരു കൃപ എൻ്റെ മേലുണ്ട്. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന കഷ്ടം താൽക്കാലികമാ, ഞാൻ അനുഭവിക്കുന്ന താൽക്കാലികമാ. അതിനപ്പുറം ജയമെടുത്തിയ ഒരു കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. യേശുവിനെ, ഹല്ലേലൂയ, യേശുവിനെ നഗ്നനായി ക്രൂശിൽ തറച്ചെങ്കിൽ, ഹല്ലേലൂയ, യേശുവിനെ നഗ്നനായി ക്രൂശിൽ തറച്ചുവെങ്കിൽ, യേശുവിന്റെ മേൽ മുതുകിന്മേൽ ചാട്ടവാറുകൊണ്ട് ആഞ്ഞടിച്ചെങ്കിൽ, ഹല്ലേലൂയ, നിന്ദിക്കപ്പെട്ടവർ കുറച്ച് നാളുകൾക്ക് ശേഷം അവർ പറഞ്ഞു, യേശു തന്നെ കർത്താവെന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ആ രക്ഷകൻ എൻ്റെ കൂടെ ഉള്ളതിനാൽ ഈ കാണുന്ന പ്രതിസന്ധി അധികം കാലം മുന്നോട്ട് പോകത്തില്ല, ഈ പ്രതികൂലം അധികം കാലം മുന്നോട്ട് പോകത്തില്ല. കാൽവറി ക്രൂശ് ജയാളിയായ ഒരു കർത്താവ് ഉണ്ടെങ്കിൽ ഇന്ന് പകൽ വിശ്വാസത്തോടെ വിളിച്ചു പറയണം, യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ അതേ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നതിനാൽ ഞാനൊരു ജയാളിയാണത്രേ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് പൗലോസ് പറയുക, നിങ്ങളുടെ അകക്കണ്ണ് തുറക്കണം, അകത്തെ ദൃഷ്ടി പ്രകാശിക്കണം. നമ്മുടെ അകത്തെ ദൃഷ്ടി പ്രകാശിക്കുന്നില്ലെങ്കിൽ ഒരുവൻ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. നിങ്ങൾ ഭയത്തിൻ്റെ കീഴിലായി പോവും. നിങ്ങളെ ഭയപ്പെടുത്തിയാൽ, ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവ് നിങ്ങളിൽ ലഭിക്കപ്പെടുന്നില്ലെങ്കിൽ, ആരെങ്കിലും നിങ്ങളോട് വന്നൊരു ഭീഷണി മുഴക്കിയാൽ നിങ്ങൾ ഭയത്തിൻ്റെ കീഴിലായി പോകും. നിങ്ങളുടെ കൊച്ചിന് സൗഖ്യമാണെങ്കിൽ ഒരു 10,000 രൂപ കൊടുത്തൊരു എപ്പിസോഡ് നടത്താൻ പറഞ്ഞാൽ നിങ്ങൾ റെഡിയാവും. കാരണം നിങ്ങൾ എന്തിൻ്റെ കീഴിലാ? ഹലോ, പിടികിട്ടുന്നോ? നിങ്ങൾ എന്തിൻ്റെ കീഴിലായോണ്ട്? ഭയത്തിൻ്റെ കീഴിലായോണ്ട്. ഇതൊന്നും വേണ്ട, ദാനമായി തന്നവൻ ദാനമായി കൊടുക്കുന്ന ഒരു കൃപ ഈ പകൽക്കാലം പറഞ്ഞ ഇതാരാണെന്ന് തിരിച്ചറിയാത്തടത്തോളം കാലം, ഹല്ലേലൂയ, നിങ്ങൾ കൗലിടയന്മാരുടെ കൈകളിൽ വീഴപ്പെട്ടു പോകും. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനെന്ന് തിരിച്ചറിഞ്ഞ, ഹല്ലേലൂയ, ഒന്നിനകത്ത് നിങ്ങൾ വീണു പോകത്തില്ല, അവൻ്റെ കൃപയ്ക്കകത്ത് നിൽക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇതിനെ ഞാൻ ഒന്നുകൂടെ കൊണ്ടുവരാൻ പോകും, വേഗത്തിൽ കൊണ്ടുവരിക. 2 രാജാക്കന്മാർ പുസ്തകം എടുത്ത് 6-ാം അധ്യായം
2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. യജമാനായ രാജാവേ, കാര്യം അങ്ങനെയല്ല. നീ ശയനഗൃഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ എലീശ ഇസ്രായേൽ രാജാവിനെ അറിയിച്ചു. കണ്ടോ, ഈ ആത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നുണ്ടോ? എന്തിനെക്കുറിച്ചും വെളിപ്പെടുത്തി കൊടുക്കുന്ന ആത്മാവ് ഇവിടെ സംസാരിക്കുന്ന, ഈ ശയനഗ്രഹത്തിൽ സംസാരിക്കുന്നത് പോലും എലീശ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആത്മാവുള്ള ആരുടെ ശിഷ്യത്വത്തിൽ നിന്ന്, ഏലിയാവിൻ്റെ ശിഷ്യത്വത്തിൽ നിന്ന് എലീശായുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ ഇത് വെളിപ്പെടുത്തി രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. 13 നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നു എന്ന് ഞാൻ ആളെ അയച്ച് അവനെ പിടിക്കും. അറിവ് കിട്ടി. അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെയും രാത്രി ചെന്ന് പട്ടണം വളഞ്ഞു. ബാല്യക്കാരൻ അവനോട്, ഇതാണ് നിങ്ങളുടെ മേലെ വിട്ടേക്കുന്ന വിഷയം. നമ്മുടെ അകത്ത് വരുന്ന പ്രശ്നം എവിടെയാ? നമ്മൾ റിയലായി കണ്ടതിനെയാണ് ഭയപ്പെടുന്നത്. വലിയൊരു പ്രതിസന്ധി വന്ന് നിൽക്കുക. ഇവിടെ നോക്കി, എലീശായെ പിടിക്കുവാൻ വേണ്ടി അരാമ സൈന്യം മുഴുവൻ വന്നു. രഥങ്ങളും സൈന്യങ്ങളും. നോക്കണം, ഒരാളെ പിടിക്കാനാണ് ഒരു സൈന്യം മുഴുവൻ വന്ന് നിൽക്കുക. അപ്പോൾ ഈ സൈന്യത്തെ അയച്ചവൻ അറിയാം ഇവൻ നിസ്സാരക്കാരനല്ല, ഇവനിൽ എന്തോ ഒരു ശക്തിയുണ്ട്. ഇവർ മുഴുവൻ വന്ന് അവിടെ മുഴുവൻ വളഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ബാല്യക്കാരൻ ചെന്ന് അവനോട് പറയും, യോ യജമാനെ, നാം എന്തു ചെയ്യുമെന്ന് പറഞ്ഞു. ഇവിടാണ് നമ്മുടെ അകത്തൊരു വെളിപ്പാട് വരേണ്ടത്. ഹല്ലേലൂയ. എലീശ പറയും, എലീശ സാധാരണമായിട്ട് ബാല്യക്കാരോട് പറയുന്നൊരു, അതിനവൻ പേടിക്കണ്ട, അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാണ്. അകത്ത് ആത്മാവുള്ളവനറിയാം ഈ പ്രതിസന്ധിയെ ജയിക്കാൻ പറ്റും. അകത്ത് പരിശുദ്ധാത്മ സ്പർശനമുള്ളവനറിയാം ഈ രോഗം നിന്നെ കീഴടക്കാനുള്ളതല്ല, ഈ രോഗം സാക്ഷ്യമാകാൻ പോവുക. അല്ലെങ്കിൽ ഈ കടഭാരം നിന്നെ തകർക്കുവാനല്ല, ഈ കാണുന്ന നിന്നെ തകർക്കുവാനല്ല, ഈ പരിഹാസം നിന്നെ തകർക്കുവാനല്ല, ഇതൊരു പ്രമോഷനിലേക്ക് ദൈവം മാറ്റാൻ പോവുക. ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയെന്ന് അകത്ത് ആത്മാവുള്ളവനറിയാം. എലീശായ്ക്കറിയാം, എലീശായെ തൊടുവാൻ പറ്റത്തില്ല. കാരണം എലീശായ്ക്ക് നല്ല ധൈര്യമാണ്. എലീശായുടെ കൂടെയുള്ളവനെ എലീശ തിരിച്ചറിയുന്നതിനെ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അവിടെ പറയുന്ന വാക്ക് അവരുടെ കൂടെയുള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു. പിന്നെ എലീശ ഇവൻ കാണത്തക്കവണ്ണം എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണിനെ തുറന്നു. അപ്പൊ ഇവിടെ നോക്കിയേ, എലീശ പ്രാർത്ഥിച്ചത് എന്താ പ്രാർത്ഥിച്ചേ? ഇവന്റെ അകക്കണ്ണ് തുറക്കാത്തിടത്തോളം കാലം പേടിയാ. നിങ്ങൾ പിടികിട്ടുന്നുണ്ടോ? കൂടെ വരുന്നുണ്ടോ? നിങ്ങളുടെ അകത്തെ കണ്ണ് തുറക്കാത്തിടത്തോളം കാലം നിങ്ങളെ മുതലെടുക്കും പലരും. നിങ്ങളിലുള്ളവനെ നിങ്ങൾ തിരിച്ചറിയാത്തിടത്തോളം കാലം നിങ്ങൾ ഈ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരത്തില്ല. നിങ്ങളിലുള്ളവനെ നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ പ്രതികൂലമൊന്നും അധികം കാലം മുന്നോട്ട് പോകത്തില്ല. ഈ കടലിൻ്റെ ഇളക്കം അധികം നേരമില്ല. യേശു പടകിൽ എഴുന്നേക്കുന്നിടം വരെ ഉള്ളൂ. ഈ കാറ്റിൻ്റെ തിരമാലയുടെ ശക്തി അധികം നാളില്ല. ഈ നിന്നയുടെ കാലം അധികം നാൾ മുന്നോട്ട് പോകത്തില്ല. അതിനകത്തിരുന്നുകൊണ്ട് പറയണം ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം തമ്പുരാൻ വിളിക്കുമ്പോൾ അവന് നല്ലൊരു വിശ്വാസമുണ്ടായിരുന്നു. ഹല്ലേലൂയ. അബ്രഹാമിനോട് വാഗ്ദത്തങ്ങൾ ദൈവം തമ്പുരാൻ പറയുമ്പോൾ അവൻ്റെ ഹല്ലേലൂയ അബ്രഹാമിൻ്റെ അകത്തൊരു വിശ്വാസമുണ്ടായിരുന്നു. ഈ നിന്ന അധികം കാലം
മുന്നോട്ട് പോകത്തില്ല. ദൈവം പറഞ്ഞ വാഗ്ദത്തം എൻ്റെ മേൽ വരാൻ പോവുകയാണ്. അബ്രഹാം അത് കണ്ട് ദൈവത്തെ ആരാധിച്ചുവെങ്കിൽ ഇന്ന് പകല് നിങ്ങളുടെ അകത്തൊരു തിരിച്ചറിവുകൊണ്ടാണ് ഈ നിന്നെ അധികം കാലം മുന്നോട്ട് പോകത്തില്ല. അതിനപ്പുറം ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. ആൾക്കാർ ഇന്ന് എന്തെല്ലാം പറയുന്നല്ല, അധികം കാലം ഈ പ്രതികൂലം മുന്നോട്ട് പോകത്തില്ല. ദൈവം ചില പ്രവൃത്തികൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അധികം കാലം ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, അധികം കാലം ഇത് മുന്നോട്ട് പോകത്തില്ലെന്ന് അകത്തെ പരിശുദ്ധാത്മാവിൽ ഒരു വെളിപ്പാട് കിട്ടുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഈ രോഗം അധികം കാലം, ഈ കടഭാരം അധികം കാലം, ഈ പരിഹാസം അധികം കാലം ഇന്ന് മുന്നോട്ട് പോകത്തില്ലെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അധികം കാലം നമ്മൾ ഇങ്ങനെ ഇരിക്കേണ്ട വരത്തില്ല. ദൈവം അതിനെ വർദ്ധിപ്പിക്കുന്നവനായി മാറും. അധികം കാലം ലോകം അറിയാൻ പോകുന്നതേ ഉള്ളൂ, ദേശം അറിയാൻ പോകുന്നതേ ഉള്ളൂ, ദൈവപ്രവൃത്തി എന്നാന്ന് അറിയാൻ പോകുന്നതേ ഉള്ളൂ. അധികം കാലമല്ല. ഇന്ന് നീ താന്നിരിക്കാൻ റെഡിയാക്കിക്കോ. ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. പത്രോസേ, നിന്നെ ആരും അറിഞ്ഞിട്ടില്ലായിരിക്കാം. പൗലോസേ, നിന്നെ ആരും അറിഞ്ഞിട്ടില്ലായിരിക്കാം. യോഹന്നാനെ, നിന്നെ ആരും അറിഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷേ സ്വർഗം പറഞ്ഞു, നിന്നെ ഉയർത്തുന്ന ഒരു കാലം വിദൂരമല്ല. അതൊരു മനുഷ്യന്റെ കണ്ണ് കണ്ടതല്ല, ഒരു മനുഷ്യന്റെ ചെവി കേട്ടതല്ല, ഒരു മനുഷ്യന്റെ മനസ്സ് നിരൂപിക്കാത്തത് സ്വർഗത്തിലെ ദൈവം നിനക്ക് ചെയ്യുമെന്ന് വിശ്വസിക്കാമെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ അകക്കണ്ണെന്ന് തുറക്കട്ടെ. ഹല്ലേലൂയ. ബാല്യക്കാരന് വേണ്ടി എലീശ പ്രാർത്ഥിച്ചിട്ട് പറയുക, ഇവന്റെ അകക്കണ്ണെന്ന് തുറന്നിരുന്നെങ്കിൽ സ്വർഗം അവന്റെ അകക്കണ്ണ് തുറക്കുമ്പോ എലീശയുടെ കൂടെ നിൽക്കുന്ന സൈന്യത്തെ കാണുവാൻ ഇടയായെങ്കിൽ ഇന്ന് പകൽക്കാലം അകക്കണ്ണെന്ന് നിങ്ങളെ തുറക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ മേൽ പകരപ്പെട്ട ദൈവശക്തി എന്നതാണെന്ന് ഇന്ന് പകൽ അറിയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട് നമ്മുടെ മേൽ പകരപ്പെട്ട ദൈവശക്തി എന്നതാണെന്ന്, നമ്മുടെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മ ശക്തി എന്നതാണെന്ന്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് കാവലായി നിൽക്കുന്നവനാ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വിശ്വാസം അകത്ത് വർദ്ധിക്കട്ടെ, നിങ്ങളുടെ വിശ്വാസം ഇന്ന് അകത്ത് വർദ്ധിക്കട്ടെ. ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ പ്രതികൂലത്തെ നിങ്ങൾക്ക് ജയിക്കുവാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഗെത്സമനയുടെ തോട്ടത്തിനകത്ത് യേശു പ്രാർത്ഥിപ്പാൻ വേണ്ടി ഇരുന്നു. യേശു പ്രാർത്ഥനയ്ക്ക് ശേഷം പുറത്തേക്ക് വരുന്ന സമയത്ത് ഹല്ലേലൂയ പടയാളികൾ ഓടി വന്നു. വേണമെങ്കിൽ നിങ്ങൾ വായിച്ചു മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിന് 52-ാമത്തെ വാക്യം വായിച്ചേ. 52-ാമത്തെ വാക്യം മത്തായിയുടെ സുവിശേഷം 26:52. യേശു അവനോട് വാൾ ഉറയിലിടുക, വാളാൽ നശിക്കും. എന്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ എന്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ? എന്നാൽ ഇങ്ങനെ സംഭവിക്കണമെന്നുള്ള തിരുവെഴുത്തുകൾക്ക് ഇങ്ങനെ നിവർത്തി വരും എന്ന് ഇവിടെ നോക്കിക്കോണേ. പത്രോസ് അപ്പോസ്തലനും മറ്റുള്ള ശിഷ്യന്മാരും നിൽക്കുമ്പോൾ യേശുവിനെ പിടിക്കുവാൻ വേണ്ടി പടയാളികൾ വന്നപ്പോൾ പത്രോസ് അപ്പോസ്തലൻ വാളെടുത്ത് ഒരുത്തൻ്റെ ചെവിയുടെ കാതറത്തു കളയുക. അപ്പോൾ യേശു പറയുന്നൊരു വാക്ക് അവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. യേശു അവൻ്റെ വാൾ ഉറയിലിടുക, വാളെടുക്കുന്ന യേശു 53 എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ എന്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് ഇപ്പോൾ തന്നെ എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുക, ഈ വിഷയത്തിൻ്റെ മുകളിൽ കർത്താവെ ദൂതന്മാരെ അയക്കണമെന്ന് പറഞ്ഞാൽ ഇവരെ ജയിക്കുന്ന ദൂതന്മാർ എൻ്റെ സ്വർഗത്തിനകത്തുണ്ട്. ഇന്ന് പകൽ നിങ്ങളുടെ അകത്തറിയുന്നുണ്ടോ? നിങ്ങൾക്ക് കാവലായി നിൽക്കുന്ന, നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സ്വർഗത്തിൽ അവിടെ പറയുന്നു. അതുകൊണ്ട് നിന്റെ ആവശ്യങ്ങൾ, നീ ഇവിടെ ആളെടുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല എന്നിട്ട് പറയുവാണ് ഇവിടെ പറയുന്ന വാക്ക്, എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള കണ്ടോ, ഇവിടെ എന്നെ കുറിച്ചുള്ള തിരുവെഴുത്തുകളിൽ എഴുതപ്പെട്ടത് നിവൃത്തീകരിക്കപ്പെടേണ്ടതുകൊണ്ടാണ് ഞാൻ ഈ പടയാളികളുടെ മുന്നിൽ നിന്നു കൊടുക്കുന്നത്. ഇന്ന് പകൽക്കാലം ചില പ്രതിസന്ധി കൂടെ നീ കടന്നു പോകണമെന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ, രോഗത്തിനകത്തൂടെ നീ കടന്നു പോകണം ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ, ചില വിഷയത്തിനകത്തൂടെ നീ കടന്നു പോകണമെന്ന് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ, ചില നിന്നയ്ക്കകത്തൂടെ ചില പരിഹാസത്തിനകത്തൂടെ നീ കടന്നു പോകണമെന്ന് ദൈവത്തിൻ്റെ നിശ്ചയമാണെങ്കിൽ, അത്
അതിൽ കൂടെ തന്നെ നിന്റെ ദൈവം തമ്പുരാൻ നടത്തുമെങ്കിലും അതിനെക്കുറിച്ച് നീ വ്യാകുലപ്പെടേണ്ട. സ്വർഗത്തിലെ ദൈവം നിന്നെ വിടുവിക്കുവാൻ സർവശക്തനായ ഒരു ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഈ ചില നിന്നെയൊക്കെ നിനക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം നിനക്ക് വേണ്ടി ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്. ഇന്ന് പകൽക്കാലം അറിയണം, നിനക്ക് വേണ്ടി ഒരു വാഗ്ദത്തം വെച്ചിട്ടുണ്ട്. ചില പ്രതികൂലത്തിൽ കൂടെ ഒക്കെ കടന്നു പോകണം. യേശു ക്രൂശിൽ മരിക്കണമെന്നുള്ളത് തിരുവെഴുത്തിൽ എഴുതപ്പെട്ടതാണെങ്കിൽ അതേ തിരുവെഴുത്തിൽ എഴുതപ്പെട്ടു വെച്ചിട്ടുണ്ട്. മൂന്നാം ദിവസം ഒരു ഉയർപ്പും വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവുള്ളവർ വിളിച്ചു പറയണം, ആ ദൈവശക്തി ഞങ്ങളുടെ മേൽ പകരപ്പെടുന്നതാണ്. ആ ദൈവശക്തി ഞങ്ങൾ പ്രതികൂലത്തിനകത്തൂടൊക്കെ ഞങ്ങൾ കടന്നു പോകേണ്ടതായി വരും. എന്നാൽ ഞങ്ങളെ വിളിപ്പിച്ച ഞങ്ങളിലുള്ള ലോകത്തിലെ ജയിച്ചവൻ ഒരുവനുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിനകത്ത് വരുമ്പോ ഹെരോദാവിന്റെ കൊട്ടാരത്തിനകത്ത് വെച്ച് യാക്കോബിനെ കൊന്നുകളയുന്നു. പത്രോസ് അപ്പോസ്തലനെ ചങ്ങലകൾക്കകത്തിട്ട് ബന്ധിച്ചിടുന്നു. വല്ല ആവശ്യമുള്ള കാര്യമാണ്. ഒരു കണക്ക് ചിന്തിച്ചു നോക്കിയാൽ കൈകളും കാലുകളും ആമത്തിലിട്ട് പൂട്ടിയിരിക്കുമ്പോ പത്രോസിന്റെ അടുത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയിട്ട് ആ ചങ്ങലകൾ മുഴുവൻ അഴിക്കേണ്ടതാ. അഴിച്ചതിന് ശേഷം 1-ാം ഗേറ്റും 2-ാം ഗേറ്റും അവന് തുറന്നു കൊടുത്തു. പട്ടണത്തിന്റെ വാതിൽ അവന് വേണ്ടി തനിയെ തുറന്നു കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലമാണ് ചില പ്രതിസന്ധി കൂടെ കടന്നു പോകേണ്ട വന്നാൽ ഹല്ലേലൂയ എന്നെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം എനിക്കുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അറിയണം, ഈ പ്രതിസന്ധി വരുമ്പോ ഞാൻ പിന്നോട്ട് പോകില്ല. പ്രതികൂലം വരുമ്പോ അയ്യോ എൻ പരീക്ഷയിലാണെന്നല്ല പറയേണ്ടത്, ആരാണ്ട് എനിക്ക് ചെയ്തതാണെന്നല്ല പറയേണ്ടത്. ഇന്ന് പകൽക്കാലം അറിയണം, ഈ പ്രതിസന്ധിക്കപ്പുറേ സ്വർഗം എനിക്ക് വേണ്ടി ചില പദ്ധതികൾ വെച്ചിട്ടുണ്ട്. ഈ പ്രതികൂലത്തിനപ്പുറേ എനിക്ക് വേണ്ടി ഒരു ദൈവിക കരുതലുകളുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്? ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ടാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നപ്പോ രോധ എന്ന പെങ്കൊച്ചു വന്ന് വാതിക്ക് വന്നപ്പോ പത്രോസ് അപ്പോസ്തലൻ വിളിക്കുന്ന കേട്ടിട്ട് പോലും അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടെന്നറിയോ? നമ്മൾ ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം. പത്രോസ് കിടന്ന് ഉറങ്ങുവാൻ കാരണമായത് ഇവിടെ ഏലീശ കണ്ട ഒരു കാഴ്ചയുണ്ട്. ഏലീശ കാണുന്നു സ്വർഗത്തിന്റെ രഥങ്ങൾ ഇറങ്ങി വരുന്നതും സൈന്യങ്ങൾ ഇറങ്ങി വരുന്നതും ഏലീശയ്ക്ക് കണ്ടെങ്കിൽ ഏലീശയ്ക്ക് അകത്ത് ഭയം തോന്നിയില്ലെങ്കിൽ പത്രോസ് അപ്പോസ്തലൻ അകത്ത് കിട്ട് വെളിപ്പാടാ. പത്രോസിനെ ഉറങ്ങാൻ പറ്റിയെങ്കിൽ ഇന്ന് നീ പ്രശ്നത്തിന്റെ മധ്യത്തിൽ ഭയപ്പെടുന്നവനല്ല, പ്രശ്നത്തിന്റെ മുന്നിൽ ജയമെടുക്കുന്നവനായി മാറണം. പ്രശ്നത്തെ കണ്ട് നീ ഭയപ്പെടുന്നവനല്ല, ഈ പ്രശ്നത്തിന്റെ മുന്നിൽ ജയമെടുക്കുന്നവനായി മാറണം. നിന്റെ അകത്തൊരു വെളിപ്പാടുണ്ടാകണം, അകത്ത് വെളിപ്പെടണം. എന്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനാ ഞാൻ വെളിപ്പാടിനെ കാണണം. ഏലീശയുടെ അകത്തിരിക്കുന്ന വെളിപ്പാടിനാൽ ഏലീശ കാണുവാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് പകൽ നിന്റെ അകത്തൊരു വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ പ്രതിസന്ധിയെ ജയിക്കുവാൻ നിനക്ക് പറ്റുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുടെ അകത്ത് വെളിപ്പെടുന്നുണ്ട്? ഇന്ന് പകൽ വെളിപ്പെട്ടവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. കർത്താവ് നിന്റെ കൂടെ ഇരിക്കുന്നു വരികിൽ ഈ പ്രശ്നത്തിന്റെ മുകളിൽ നിനക്ക് ഒരു ജയമെടുക്കാൻ പറ്റും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാ, നിന്റെ അകക്കണ്ണ് ഇന്ന് പകലിൽ തുറക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. അകക്കണ്ണ് തുറന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പോൾ നമ്മുടെ അകത്ത് വിശ്വാസത്തിൽ നമ്മൾ ചെയ്ത പ്രവർത്തികളുണ്ട്. മർക്കോസിന് സുവിശേഷം 16 വരുമ്പോഴേ വിശ്വസിക്കുകയും സ്ഥാനമേൽക്കുകയും ചെന്ന് രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിലാകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും. അപ്പം പ്രാപിച്ച ആത്മാവിനെ തിരിച്ചറിയണം. എന്തിനെ പുറത്താക്കും? ഭൂതത്തെ പുറക്കാം. എൻ്റെ കൂടെ ഉണ്ടോ? ഇന്ന് ഈ ഭൂതത്തെ പേടിച്ചുകൊണ്ടായിരിക്കുന്നത് സ്നാനപ്പെട്ടവൻ. പിടികിട്ടുന്നു? ഈ ഭൂതത്തെ പുറത്താക്കാനുള്ള കൃപ നിൻ്റെ മേൽ പകർന്നു, ഈ ശക്തി പകർന്നു. പക്ഷെ ഇന്നും ഭൂതത്തെ പേടിയാണ്. നിങ്ങളെന്നാ മിണ്ടാതിരിക്കുന്നേ? എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ വരുന്ന കോളിതാ. ഏറ്റവും കൂടുതൽ വിളിക്കുന്ന വിശ്വാസികൾ വിളിക്കുന്ന ഇതിനു വേണ്ടിയാണ്. ഏതാണ്ട് ചെയ്തിട്ടുണ്ടെന്നറിയാൻ. കർത്താവ് സ്നാനപ്പെട്ട ഒരുവൻ്റെ മേൽ കൊടുത്തൊരു ഏറ്റവും വലിയ കൃപയാണ്. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് ജയത്തിലേക്ക് ദൈവം മാറ്റി വെളിച്ചത്തിലേക്ക് നിന്നെ മാറ്റുമ്പോൾ ഈ ഇരുട്ടിനെ നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇവിടെ പറയുന്നു, അടയാളങ്ങൾ നടക്കും, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. എന്നിട്ട് പറയാ, പുതുഭാഷകളിൽ അവർ സംസാരിക്കും. നിങ്ങളുടെ മേൽ ദൈവിക അധികാരമുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധ എത്ര പേര് അറിയുന്നുണ്ട് നിങ്ങളുടെ മേലെ ദൈവത്തിന് അധികാരമുണ്ടെന്ന്? അധികാരത്തെ അറിയണം. മർക്കോസിന് സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വന്നേ പെട്ടെന്ന്. 13-ാമത്തെ വാക്യം. അവൻ
അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ചു ചെന്നു. അതിനരികെത്തിയപ്പോൾ ഇല അല്ലാതെ ഒന്നും കണ്ടില്ല. അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞു. അവൻ അതിനോട്, ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചു. യേശുവിൻ്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിനെ തിരിച്ചറിയണം. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിനെ തിരിച്ചറിയണം. അപ്പം യേശുവിൻ്റെ കണ്ണി കണ്ട കാഴ്ച എന്നാ? യേശു നിങ്ങളുടെ അകത്ത് കടന്നു പോകണേ. യേശു കണ്ണി കണ്ടതിനെ യേശു പറയുന്നേ. എലീശയുടെ കണ്ണിൽ കണ്ട കാഴ്ച എലീശ പറയുന്നു. തനിക്ക് ചുറ്റും പടയാളികൾ സ്വർഗത്തിൻ്റെ സൈന്യം ഇറക്കുന്ന എലീശ കാണുന്നു. എന്നിട്ട് പറയുക, ബാല്യക്കാരൻ്റെ അകക്കണ്ണൊന്ന് തുറക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്ത് കാണുവാൻ? ഈ കാഴ്ച ഇവനും കാണുവാൻ വേണ്ടി. ലാസറിൻ്റെ കല്ലറയ്ക്കലെ യേശു വരുന്നു. യേശു വരുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ യേശുവിന് വെളിപ്പെട്ട് വന്നത് യോഹന്നാന്റെ സുവിശേഷം എടുക്കണ്ട 12-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലാണ്. യേശുവിൻ്റെ കൂടെ ലാസർ പന്തിക്കിരിക്കുന്നത് കണ്ടു. അകത്ത് പിടികിട്ടുന്നു നിങ്ങളുടെ അകത്ത്. ഇപ്പം നിലവിൽ ലാസർ എവിടെയാ? കല്ലറയില്ല. ലാസർ മരിച്ചു 3 ദിവസമായി. 4-ാം ദിവസമാ. യേശു അടുത്തുള്ള പട്ടണത്തിൽ വാ. യേശു പറഞ്ഞു നിദ്ര കൊള്ളുവാന്ന് പറഞ്ഞു. അപ്പോൾ റിയലായിട്ട് സംഭവിച്ചത് എന്നതാ? ലാസർ മരിച്ചു. കല്ലറയുടെ വാതിൽ അടച്ചു. ഓൾറെഡി നാറ്റം വെച്ചു ആണേ. യേശു പരിശുദ്ധാത്മാവിൽ കാണുന്ന കാഴ്ച എന്നതാ? തൻ്റെ കൂടെ പന്തിക്കിരിക്കുന്ന ലാസറിനെ. അകത്തോട്ട് വരുന്നുണ്ടോ നിങ്ങളുടെ അകത്തോട്ട്? യേശുവിൻ്റെ അകത്ത് കണ്ടത്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ദുഷ്ടന്മാരുടെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കും, പക്ഷേ 3-ാം ദിവസം. അപ്പോൾ യേശു കണ്ടത് എന്നതായിരുന്നു? ഉയർത്തെഴുന്നേറ്റ യേശുവിനെ യേശു കണ്ട് ഇതിനിടയിലുള്ള കണ്ടിട്ടില്ല. ഇത് റിയലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെങ്കിൽ അകത്ത് ആത്മാവുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം പറയും, അകത്ത് പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ പോകുന്ന ആ അനർത്ഥം നിങ്ങൾ കാണത്തില്ല. ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോവുക. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി ചില പ്രവൃത്തികൾ ചെയ്യാൻ പോവുക. നിങ്ങളുടെ അകത്ത് കിടക്കുന്നതിനെ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ ലാസറിന്റെ കല്ലറയ്ക്കൽ അടക്കപ്പെട്ട് ലാസറിന്റെ സഹോദരിമാർ പറഞ്ഞു, 4 ദിവസമായി നാറ്റം വെച്ചു തുടങ്ങി. കല്ലറ തുറക്കരുത്. ഇതെങ്ങനെ കണ്ടു? ഇവിടെ നോക്കിയേ, എലീശയുടെ കൂടെ ബാല്യക്കാരൻ കണ്ടത് സൈന്യം ഇറങ്ങി നിൽക്കുന്നതാ. യേശുവിൻ്റെ അരികെ നിൽക്കുന്ന മാർത്തയും മറിയയും കണ്ടത് ഈ സംഭവമാണ്. പക്ഷെ അകത്തെ ആത്മാവിനാൽ കണ്ടത്, നിന്റെ അകത്തെ ആത്മാവിനാൽ കണ്ടത് നിന്റെ ഭവനത്തിൽ സംഭവിക്കും. നിന്റെ അകത്തെ പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് വെളിപ്പെട്ടത്, അകത്തെ ആത്മാവിൽ കണ്ടത് നിന്റെ മേൽ ദൈവം അത് ചെയ്യാൻ പോവുക. അകത്തെന്ത് കണ്ടോ അത് സംഭവിക്കും. ഇന്ന് ഈ പകലിൽ എത്ര പേർ ആത്മാവിനകത്ത് വെച്ച് യേശു കണ്ട കാര്യം യേശു പറയുന്നു. അവന്റെ കൂടെ ലാസർ ഇരിക്കുന്നത് കണ്ടെങ്കിൽ, അകത്തെ പരിശുദ്ധാത്മാവിനകത്ത് വെളിപ്പെട്ടെങ്കിൽ, ഇന്ന് പകലിനകത്തോ ആത്മാവ് നിനക്ക് വെളിപ്പെട്ട് തന്നതിനെ ഇന്ന് പകൽ വെളിപ്പെടാൻ പോവുക. വെളിപ്പെട്ടവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒരു മനുഷ്യന്റെ കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ അകത്ത് നിരൂപിക്കാത്തത് നിന്റെ മേൽ ദൈവം പകർന്ന്, അതുകൊണ്ട് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നതിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് തലമുറയ്ക്കകത്തത് നീ കാണണം. നിന്റെ ഭവനത്തിനകത്ത് കാണണം. നിന്റെ ആയുസ് നീ അത് കാണണം. നിന്റെ ദേശത്തിനകത്തത് കാണണം. അത് നിന്റെ അകത്ത് സംഭവിക്കാൻ പോവുക. യേശു പറയുന്നു, അത്തിവർഷത്തിനരികെ വന്നിട്ട് പറയും, ഇനി നിന്നിൽ നിന്ന് ആരും ഫലം കഴിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നു. അതേ വാക്യത്തിനകത്ത് അത് 20-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പറയുന്നു, രാവിലെ ശിഷ്യന്മാർ ഉൾപ്പെടെ മടങ്ങി വരുമ്പോൾ അവർക്കൊരു അത്ഭുതമായി മാറി. എന്താ അത്ഭുതമായി മാറിയത്? അത്തി വേരോടെ ഉണങ്ങിപ്പോയി. ഇന്ന് പകൽക്കാൽ പരിശുദ്ധാത്മാവ് ആത്മാവിൽ കണ്ടത് വേരോടെ ഉണങ്ങിയതാണെങ്കിൽ അത് സംഭവിക്കും.
ആത്മാവിൽ നീ കണ്ടത് വേരോടെ ഉണങ്ങിയതാണെങ്കിൽ അത് സംഭവിക്കും. ഇന്ന് പകൽക്കാലമാണ് കാഴ്ചയാലല്ല, ഞങ്ങൾ വിശ്വാസത്താല. കാഴ്ചയാലല്ല, ഞങ്ങൾ വിശ്വാസത്താൽ. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ഇത് കാഴ്ചയാലല്ല. ക്രിസ്തീയ ജീവിതം കാഴ്ചയാലല്ല, വിശ്വാസത്താല. ഇന്ന് പകൽ ആത്മാവിനകത്ത് നിറഞ്ഞു വിളിച്ചു പറ. അകത്തെ ആത്മാവ് വെളിപ്പെടുത്തിയത്, അകത്തെ ആത്മാവ് രാജ്യങ്ങളിൽ അപ്പുറം നിന്നെ അയക്കുമെന്നാണെങ്കിൽ തമ്പുരാൻ അത് 2025 അയക്കും. നിനക്ക് വേണ്ടി ചെറിയ പുതിയ കാര്യങ്ങൾ ദൈവം ചെയ്യുമെന്നാണെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറയും, അത് നിന്റെ ജീവിതത്തിൽ വരാൻ പോകുക. ഹല്ലേലൂയ. ഇന്ന് പകൽ നീ കൊട്ടിപ്പാടി നടന്ന കാലം അവസാനിക്കാൻ പോകുക. അടുത്ത തലത്തിലേക്ക് ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുക. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? നിന്നെ നിന്ദിച്ചതും പരിഹസിച്ച ഒരു കാലമുണ്ടായിരുന്നെങ്കിൽ, നാട്ടുകാരെ കല്ലെറിഞ്ഞ ഒരു കാലമുണ്ടായിരുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം വിളിച്ചു പറയണം, ആമേ ഹല്ലേലൂയ. ആമേ കണ്ടതിൽ വിശ്വസിക്കുന്നവരായി. പൗലോസിന് കല്ലെറിയപ്പെടണമെന്നൊരു വിധിയാണെങ്കിൽ, ഒരു കല്ലെറിയപ്പെട്ടാൽ ആ പട്ടണത്തിൽ പൗലോസ് ശുശ്രൂഷിക്കുമെന്നാണെങ്കിൽ ആ പട്ടണം തമ്പുരാൻ നിന്റെ കൈകളിൽ തരും. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഈ പകൽ എത്ര പേരുടെ അകത്തറിയുന്നുണ്ട്? പരിശുദ്ധാത്മ ശക്തി നിന്റെ മേൽ പകരപ്പെട്ടത് കാഴ്ച കാണുവാനല്ല, വിശ്വാസത്തെ കാണുവാനാ. അബ്രഹാമിനെ ദൈവം തമ്പുരാൻ വിളിക്കുമ്പോൾ വാർദ്ധക്യത്തിനകത്ത് വിളിക്കപ്പെട്ടത്. സാറായെ വിളിക്കുന്ന വാർദ്ധക്യത്തിനകത്ത് അവരോട് പറഞ്ഞ, ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ ഞാൻ നിനക്ക് തലമുറകളെ തരുമെന്ന് പറഞ്ഞു. അവൻ കാഴ്ചയാലല്ല, അവൻ വിശ്വാസത്താല ജീവിച്ചത്. ഇന്ന് പകൽക്കാലം അകത്തെ പരിശുദ്ധാത്മാവിനകത്ത് നീ അറിയണം, നിനക്ക് വേണ്ടി ദൈവം ചില കരുതലുകളെ നടത്തിയിട്ടുണ്ട്. ആത്മാവി വെളിപ്പെടാത്തവൻ കരയാൻ തുടങ്ങും. ആത്മാവി വെളിപ്പെടാത്തവൻ അവൻ ചിന്തിക്കാൻ തുടങ്ങും. ആത്മാവി വ്യാകുലപ്പെട്ടുകൊണ്ട് ഇരിക്കും. ആത്മാവിൽ അത്ഭുതത്തെ കണ്ടവൻ, ആത്മാവിനകത്ത് വെളിപ്പെട്ടു വന്നവൻ അവൻ സമാധാനത്തോടെ ഇരിക്കുന്നവനാകും. ആത്മാവിനകത്ത് അത്ഭുതത്തെ കണ്ട പത്രോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിൽ ഉറങ്ങുവാൻ കാരണമായി എന്റെ കാരണം ആത്മാവിൽ അത്ഭുതത്തെ കണ്ടവനായതുകൊണ്ട്. ഹല്ലേലൂയ. എലീശ ഭയപ്പെടാതിരുന്നതിന്റെ കാരണം അവൻ അകക്കണ്ണി കണ്ടതുകൊണ്ട്. യേശുവിന് ഭയമില്ലാതിരുന്നതിന്റെ കാരണം കല്ലറകളെ ഭേദിച്ച് ഉയർക്കുന്ന യേശുവിനെ കണ്ടതുകൊണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കാൻ റെഡിയാകുക. നിന്റെ മേൽ പകരപ്പെട്ടത് നിന്നെ അകക്കണ്ണിന്ന് ഇന്ന് പകൽക്കാലം പ്രകാശിക്കപ്പെടുമ്പോ നിന്നെ അകത്തെ ദൃഷ്ടി പ്രകാശിച്ചിട്ട് നിന്റെ വിളിയാലുള്ള ആശയം തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ ഇന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് തിരിച്ചറിയുക. യേശു കണ്ടത് ഹല്ലേലൂയ. അവർ രാവിലെ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് അവർ കണ്ടു. അപ്പൊ അത്തിയുടെ വൃക്ഷത്തിന്റെ മുൻപിൽ നിന്ന് യേശു പറയുമ്പോൾ ആത്മാവിൽ യേശുവിന് വെളിപ്പെട്ടത് അത്തി ഉണങ്ങിയതാ. ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങളെ? നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ തലമുറകൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയോ നിങ്ങൾ അനുഭവിച്ചുകൊണ്ട വേദനയ്ക്കോ അപ്പുറം ആത്മാവ് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മോശ വന്ന് ചെങ്കടലിലെ മുന്നേ വന്നേച്ച് നിൽക്കുമ്പോൾ ചെങ്കടൽ ഇങ്ങനെ ഓളം തല്ലി കിടക്കുകയാ. പുടയിൽ വലിയൊരു ജ്വലം നിൽക്കുകയാ. ഇസ്രായേൽ ജനം നിൽക്കുക. മോശയ്ക്ക് എന്നാ ചെയ്യണമെന്നറിയത്തില്ല. മോശ നിലവിളിക്കാൻ തുടങ്ങി. സ്വർഗത്തേക്ക് നോക്കി നിലവിളിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം വരികയാ. മോശയോട് ചോദിക്കുക, മോശ നീ എന്തിനാണ് നിലവിളിക്കുന്നത്? നീ മുൻപോട്ട് പോകുക. ഇന്ന് പകൽക്കാലം ആത്മാവിനകത്തൊരു ദൂത പറയുന്നത്, നീ എന്തിനാണ് നിലവിളിക്കുന്നത്? നീ മുൻപോട്ട് പോകുക. ആത്മാവ് നിനക്ക് പുതുവഴികളെ തുറക്കാൻ പോവുക. ആത്മാവ് നിനക്ക് വേണ്ടി ചില വഴികളെ തുറക്കപ്പെടാൻ പോവുക. നീ തെന്നി മാറുന്ന പോലെ പാറിയ ഒരു അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ വരാൻ പോവുക. നീ ചിന്തിക്കാത്ത ഒരു വഴി നിനക്ക് വേണ്ടി ദൈവം തുറക്കപ്പെടാൻ പോവുക. ആത്മാവ് എന്നോട് വിളിച്ചു പറയുന്നു, ചിലർക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതലുകൾ വെളിപ്പെടാൻ പോവുക. ചില കുടുംബങ്ങൾക്കകത്ത് ദൈവം വെളിപ്പെടുത്താൻ പോവുക. വിത്തിൻ സെക്കൻഡ് കൊണ്ട് അത്ഭുതം നടക്കുന്നുണ്ട്. 7 ദിവസം കൊണ്ട് ആരോടോ ആത്മാവ് വിളിച്ചു പറയാ. 7 ദിവസം കൊണ്ട് ചില കടമ്പകളെ കടത്തിക്കൊടുവും ദൈവം തമ്പുരാൻ. 7 ദിവസം കൊണ്ട് ചില വാതിലുകൾ ദൈവം തുറക്കപ്പെടാൻ പോവുക. 7 ദിവസം കൊണ്ട് നിനച്ചിരിയാത്ത ചില അത്ഭുതങ്ങളെ ഭവനത്തിനകത്ത് വെളിപ്പെടാൻ. 7 ദിവസം, 7 ദിവസത്തിന് മുമ്പ് ഈ വ്യാകുലതയുണ്ട്. 7-ാം ദിവസം ഒരു അത്ഭുതം നടക്കാൻ പോവുക. ബൈബിൾ എന്നോട് ഇങ്ങനെ പറയുന്നു, വചനം എന്നോട് ഇങ്ങനെ പറയുന്നു, 7-ാം ദിവസം നിന്നെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്ന ഒരു ദൈവ പ്രവൃത്തി നിന്റെ ഭവനത്തിനകത്ത്
അത് നിന്റെ ഭവനത്തിനകത്ത് സംഭവിക്കാം. ആമീൻ. ആത്മാവ് വിളിച്ചു പറയുന്നു, അത് തലമുറയ്ക്കകത്ത് സംഭവിക്കാം. നീ അനുഭവിക്കുന്ന ചില പ്രതിസന്ധികൾ 7 ദിവസം കൊണ്ട് ദൈവം നിന്നെ സ്വസ്ഥതയിലേക്ക് മാറ്റുന്ന ഒരു ദൈവപ്രവൃത്തി ആത്മാവി വെളിപ്പെടാൻ പോകുക. അത് അകക്കണ്ണി കാണുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ഇവരെ വിളിയാനുള്ള ആശയം തിരിച്ചറിഞ്ഞ ഒരു അത്ഭുതത്തെ ഈ പകലിൽ കാണട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഒരു വലിയ ദൈവപ്രവൃത്തി ഈ സഭയ്ക്കകത്ത് വെളിപ്പെടുന്നതിനാണ്. ഇന്ന് പകൽക്കാലം ആത്മാവിനകത്ത് ഞാൻ ചോദിക്കുക, ഇന്ന് എത്ര പേർ ആത്മാവിനകത്ത് പുതുവഴികളെ കാണുന്നുണ്ട്? ആത്മാവ് തലമുറയ്ക്കകത്ത് കാണുന്നുണ്ട്. ആത്മാവ് പ്രതിസന്ധികൾ മാറിപ്പോകുന്ന കാണുന്നുണ്ട്. നിനക്കെതിരായി നിന്ന ചില വൃക്ഷങ്ങൾ ഉണങ്ങുന്ന എത്ര പേര് കാണുന്നുണ്ട്? നിനക്കെതിരായി അടിക്കുന്ന കാറ്റുകൾ ഇന്ന് അവസാനിക്കപ്പെടാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നീ അതിനെ ഈ പകൽക്കാലം കാണട്ടെ. ഇന്നത് സംഭവിക്കാൻ പോകുന്നു വിശ്വസിക്കുന്നവർ, ഇന്ന് വിശ്വസിക്കുന്നവർ ചില അത്ഭുത വാതിലുകളെ പരിശുദ്ധാത്മാവ് ഈ പകല് നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നതിനാ ഞാൻ ദൈവത്തെ യേശു പറയുന്ന വാക്കുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 9-23 വാക്യത്തിനകത്ത് യേശു പറയുക, യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും. യേശുവിൽ വിശ്വസിക്കുന്നവന് ഇന്ന് പകൽക്കാലം ഈ പ്രശ്നത്തെ നിനക്ക് ജയിക്കാൻ പറ്റും. യേശു പറയുക, സകലത്തെയും ജയിക്കാൻ നിനക്ക് പറ്റും. യേശു പറയുക, എന്നിൽ വിശ്വസിക്കുന്നവൻ. അവൻ പറയുന്നു യേശുവിനോട് നിന്നാൽ കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും. ഇന്ന് പകൽ നീ വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ടോ? ഇന്ന് ഈ ദേശത്തിനകത്ത് നീ എന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിനപ്പുറേ ദൈവം ചില വാതിൽ തുറക്കാൻ സർവശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഒരു അത്ഭുതത്തെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, ദൈവം ഒരു അത്ഭുതത്തെ ചെയ്യുവാൻ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, ആമേൻ, ഇന്ന് പകൽക്കാലം പറയും, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവന്റെ ആത്മാവ്. നിനക്കില്ല പക്ഷെ സൃഷ്ടിക്കും. ഇന്ന് പകൽ വിശ്വസിച്ചോ, നിനക്കില്ല പക്ഷെ ദൈവം തരാൻ പോവുക. ഇന്ന് നിനക്കില്ല, ദൈവം തരാൻ പോവുക. ഹല്ലേലൂയ. നിനക്കില്ല പക്ഷേ തരാൻ പോവുക. ഹല്ലേലൂയ. ഇന്ന് വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ടോ? വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ടോ? ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിക്കപ്പെടുമെന്ന് അകത്തൊരു വിശ്വാസം അകത്ത് വരണം. ഇതെനിക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കാൻ റെഡിയാണ്. ഈ അത്ഭുതം നടക്കാൻ പോകാന്ന് വിശ്വാസം അകത്ത് വരണം. കാരണം അകത്തെ ആത്മാവിന് ആ കാഴ്ച കണ്ടു തുടങ്ങണം. ആത്മാവിനകത്ത് എന്നും പഴയ വഴി കാണാനല്ല, ആത്മാവ് കാണിക്കുന്നത് വെളിപ്പാടുകളുടെ മണ്ഡലമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ലേഖനത്തിൽ പറഞ്ഞ വെളിപ്പാടുകൾ, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ തരണതിന് ഇവന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. നമ്മുടെ അകത്തൊരു വിശ്വാസത്തിൽ ഉറയ്ക്കണം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചില മണ്ഡലങ്ങളെ മാറ്റുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനകത്ത് വെളിപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ. വെളിപ്പെടുന്നവനായി കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് ആത്മാവിനകത്ത് വെളിപ്പാട് കാണാൻ തുടങ്ങുന്ന ഒരു വ്യക്തി, പ്രാർത്ഥനയിൽ അകത്തൊരു ദർശനം കാണാൻ തുടങ്ങുന്ന വ്യക്തി ഭയപ്പെടത്തില്ല. പിടികിട്ടിയോ? പ്രാർത്ഥനയിൽ ഒരു ദർശനത്തെ, വെളിപ്പാടിനെ അകത്ത് കാണാൻ തുടങ്ങിയാൽ, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിലാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടത്തില്ല. അകത്തൊരു ദർശനം വരണം. അകക്കണ്ണ് നിങ്ങളുടെ തുറക്കണം. അകത്തെ കണ്ണ് നിങ്ങളുടെ തുറക്കപ്പെടുമ്പോഴാണ് അത്ഭുതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് മാറ്റുന്നത്. അകത്തെ ഇന്ന് ഈ പകരം നിങ്ങളാകണം. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങണമെന്ന് വരിക. നിങ്ങൾ പ്രാർത്ഥന ദർശനങ്ങളിലേക്ക് വരണം. വെളിപ്പാടിനെ ദൈവ ആത്മാവിനകത്ത് കാണണം. ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ റിയലായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ കാണുള്ളൂ. യേശു കണ്ടിട്ടില്ല കേട്ടോ. യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരും ഇത് കണ്ടിട്ടില്ല. അവരകത്ത് കണ്ടത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാ. ഹല്ലേലൂയ. അകത്ത് വിശ്വസിക്കാൻ റെഡിയാകണം. അകത്തെ ആത്മാവിനാൽ നീ ശക്തിപ്പെടുമ്പോൾ അകം നിനക്ക് വെളിപ്പെടുത്തണം. അതുകൊണ്ട് വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരേണ്ടതിന് ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. വെളിപ്പാടിൻ്റെ അകത്ത് വെളിപ്പെട്ടു വരുന്നത് ദൈവം നിനക്ക് തരും.
വെളിപ്പെട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഹന്ന ആലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയി. അവിടെ നിന്ന് അവൾക്ക് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏലിയുടെ അകത്തു വെളിപ്പെട്ടത്. ഏലി ഹന്നയോട് പറഞ്ഞു, നിനക്ക് അടുത്ത ആണ്ടിൽ ഒരു തലമുറയെ തരാൻ പോകാം. അപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലേ? പക്ഷെ അന്ന സന്തോഷത്തോടെ മടങ്ങിപ്പോയി എന്ന് അവിടെ വാക്ക് കിടപ്പുണ്ട്. വെളിപ്പാട് കിട്ടിയവൻ സന്തോഷിക്കാൻ തുടങ്ങും. അത് സംഭവിക്കാൻ പോവുക. ഹല്ലേലൂയ. അകത്ത് വെളിപ്പാടിനാൽ വെളിപ്പെട്ടത് നിന്റെ ഭവനത്തിനകത്തു വരും. വെളിപ്പാട് അകത്തെ കണ്ണുകൊണ്ട് കണ്ടത് സംഭവിക്കും. യേശുവിൻ്റെ അകക്കണ്ണി കണ്ടത്, ഏലീശായുടെ അകക്കണ്ണി കണ്ടത്, പത്രോസിന്റെ അകക്കണ്ണി കണ്ടത്, പൗലോസിന്റെ അകക്കണ്ണി കണ്ടത്, യോഹന്നാന്റെ അകക്കണ്ണി കണ്ടത് സംഭവിച്ചെങ്കിൽ നിന്റെ അകക്കണ്ണി കണ്ടത് ഈ പകൽ വിശ്വസിച്ചോ, അത് നിനക്ക് വേണ്ടി സംഭവിക്കാൻ പോവുകയാണ്. എത്ര പേർ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. അകത്ത് ദർശനം വന്നാലേ അത്ഭുതം നടക്കുള്ളൂ. പിടികിട്ടിയോ? അകത്തൊരു ദർശനം വെളിപ്പെട്ടാൽ അത്ഭുതം നടക്കും. പിടികിട്ടുന്നോ? നിങ്ങളുടെ അകത്ത്. അപ്പം നിങ്ങളുടെ അകക്കണ്ണ് പ്രകാശിക്കണം. നിങ്ങളുടെ വിളിയാലുള്ള ആശ എന്നതെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് വേണം ദൈവത്തെ ആരാധിക്കുവാൻ. നമ്മൾ സാധാരണക്കാരനെ പോലെ ആരാധിച്ച് കടന്നു പോകുന്നവല്ല, ദൈവത്തിൻ്റെ ദർശനം കിട്ടിയവരായി മാറണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അപ്പം നമ്മുടെ അകത്തറിയണം. നമുക്ക് അകത്തൊരു ദർശനം കിട്ടിക്കഴിയുമ്പോൾ വലിയ പ്രവർത്തികൾ നടക്കും. നമ്മൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പം അടുത്ത സ്റ്റെപ്പ് അവരെ സൗഖ്യമുള്ളവരായി കാണിക്കും. തലമുറ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പം അവരുടെ കൈകളിൽ കുഞ്ഞിനെ ദൈവം കാണിക്കും. ഞാൻ ഒത്തിരി അങ്ങനത്തെ കാഴ്ച കണ്ടിട്ടുണ്ട്. മെഡിക്കൽ സയൻസ് തലമുറ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞാൽ മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കുഞ്ഞ് അവരുടെ കയ്യിരിക്കുന്നുണ്ട്. അപ്പോഴേ ഞാൻ വിളിച്ചു പറയും, നിങ്ങൾക്കൊരു തലമുറ ദൈവം തരാൻ പോവാ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ അകത്ത് ദർശനങ്ങളെ അകത്ത് വെളിപ്പെട്ടത് നമുക്ക് വരണം. അപ്പോൾ ഇത് നമ്മുടെ അകത്തറിയണം. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പ്രാപ്തി കൊണ്ടോ അല്ല, അവൻ്റെ കൃപയാലാ. നമ്മുടെ കഴിവ് കൊണ്ടാണെന്ന് പറയുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് ചില വാക്കുകൾ വരും. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് ഏറ്റവും അപകടമാണ്. പിടികിട്ടിയോ? നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കിനെ നമ്മൾ അതുപോലെ സൂക്ഷിക്കണം. അത് സൂക്ഷിച്ച് ഒരു വാക്കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. സദൃശവാക്യം 30-ാം അധ്യായത്തിന് 32 നടത്തേ. സദൃശവാക്യം 30-ാം അധ്യായം 32-ാമത്തെ വാക്യം. നീ നിഗളിച്ച് പോഷത്വം പ്രവർത്തിക്കുകയോ പോഷം നിരൂപിക്കുകയോ കൈകൊണ്ട് വായങ്ങ് പൊത്തിക്കോണം. ഇതെൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ പ്രാപ്തി. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അകത്ത് വെളിപ്പാടിൻ്റെ പൗലോസ് പറയില്ലേ, വെളിപ്പാടിൻ്റെ ആധിക്യം നിമിത്തം ഞാൻ നിഗളിച്ചു പോകുമോയെന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസ് പറയുക, പൗലോസിൻ്റെ അകത്ത് വെളിപ്പാട് അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴേ പൗലോസ് തന്നെ പറയും, നിഗളിച്ചു പോകുമോയെന്ന് ഞാൻ ഭയപ്പെടുക. അപ്പോൾ നമ്മുടെ അകത്ത് ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ, ഒരു രോഗിയായ ഒരാൾ മരിക്കാൻ കിടക്കുന്നു, അവൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ ചെന്നു, ദൈവം ദർശനം തരുന്നു, ഇവൻ നമ്മളുടെ കാറിൽ യാത്ര ചെയ്യുന്നു. ഉടനെ നമ്മളൊരു പ്രവചനം പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഇവൻ സൗഖ്യമാവുക. സൗഖ്യമായി. ഒരുപാട് ദർശനങ്ങൾ, വെളിപ്പാടുകൾ ദൈവം നമ്മുടെ അകത്ത് തരാൻ തുടങ്ങി. ഇത് മുഴുവൻ സംഭവിക്കാൻ തുടങ്ങി. ഈ സംഭവിക്കുമ്പോൾ നമ്മുടെ കൂടെ വേറൊരാളുടെ നടപ്പുണ്ട്. പുള്ളി അകത്ത് എങ്ങനെയും ഒന്ന് കയറാൻ വേണ്ടി നോക്കി നിൽക്കുക. അപ്പോഴാണ് ഇവിടെ പറയുന്ന വാക്ക് വരുന്നേ, നീ നെകളിച്ച് കണ്ടോ, എൻ്റെ അകത്തൊരു നെകളിപ്പുണ്ട്. എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ വിശുദ്ധി കൊണ്ടോ എൻ്റെ പ്രാപ്തി കൊണ്ടോ എൻ്റെ പ്രാർത്ഥന കൊണ്ടോ എൻ്റെ ശക്തി കൊണ്ടോ, ഈയിടയ്ക്ക് അതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, എൻ്റെ ശക്തി കൊണ്ടാ ഒക്കെ ചെയ്യുന്നൊക്കെ കേൾക്കാൻ തുടങ്ങിയില്ലേ. അപ്പോൾ അകത്ത് പിടികിട്ടുന്നു. അങ്ങനെയുള്ള ചില വാക്കുകൾ എൻ്റെ വായിൽ നിന്ന് വരുന്നുവരികിൽ പ്രവർത്തിക്കുകയോ ദോഷം കണ്ടോ, നിന്നെ തകർത്ത് കളയും ഞാൻ. എൻ്റെ ശുശ്രൂഷ ദൈവം എന്നെ അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുക, കർത്താവ് എന്നെ അങ്ങ് ഉപയോഗിക്കുക. അപ്പം ഞാൻ ഈ കറക്റ്റ് ചാനലിൽ നിൽക്കുമ്പോഴാണ് ദൈവം എന്നെ ഉപയോഗിക്കുന്നത്. അപ്പം എൻ്റെ അകത്തൊരു ദോഷം വന്നിട്ട് പറയുക, എന്നിട്ട് പറയുക, ദോഷം പ്രവർത്തിക്കോ,
ദോഷം നിരൂപിക്കുകയോ എൻ്റെ അകത്ത് അങ്ങനെ ഒരു തോന്നലോ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴെൻ്റെ വായ് കുത്തിക്കോണം. ഇത് ദാനമാ, ഇതെൻ്റെ മേൽ വന്നൊരു ദാനമാ, കൃപയാൽ. ഇതൊരു കൃപയാലാ. നെകളിക്കാനോ അഹങ്കരിക്കാനോ ഏത് സമയവും ഈ താലന്ത് മാറിപ്പോവും. ഹല്ലേലൂയ. ഇത് നിത്യതയോളം എത്തിക്കുന്നിടം വരെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു മൺകൂടാരത്തിലാണെന്നുള്ള ബോധ്യം എൻ്റെ അകത്ത് വരണം. ഹല്ലേലൂയ. മോശയ്ക്ക് ഒരു ചെറിയൊരു സംഭവം വന്നപ്പോഴത്തേനും മോശ പറഞ്ഞു, ബാബോശേ ബാ കയറി വരാൻ പറഞ്ഞു. ആ കണ്ടവൻ ചോദിച്ചു, കനാൻ? കണ്ട്, ഇവിടെ നിന്ന് കണ്ടാൽ മതി, ഇനി പോകണ്ടെന്ന് പറഞ്ഞു. അകത്തെ മനുഷ്യൻ ദിനം പ്രതി ശക്തി പ്രാപിക്കണം. പക്ഷെ അകത്തെ മനുഷ്യൻ വക്രത പാടില്ല. അകത്തെ മനുഷ്യൻ, നിന്റെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന ശുശ്രൂഷ നീ വിശ്വസ്തയോടെ ചെയ്യണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, കർത്താവിൻ്റെ അരികിലും വന്നു, കർത്താവെ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, രോഗിയെ സൗഖ്യമാക്കി, പ്രവചിച്ചു, ഒക്കെ ചെയ്തു. പക്ഷെ നിന്നെ ഞാൻ ഒരു നാളും അറിയുന്നില്ല. ഈ തന്നിരിക്കുന്നത് കൃപയാല. ഹല്ലേലൂയ. എൻ്റെ അകത്ത് നിങ്ങളോടൊരു വിരോധം തോന്നുക, എനിക്ക് നിങ്ങളോട് പറയണമെന്നങ്ങ് തോന്നുന്നു, എനിക്ക് അരിശം വന്നിട്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? പായപ്പൊടിക്കണം. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? അകത്തെ മനുഷ്യൻ, വെളിപ്പാടുകളാൽ അകത്തെ മനുഷ്യനെ ദൈവം തരുമ്പോൾ, എന്നെ വിളിച്ചത് ശപിക്കാൻ വേണ്ടിയല്ല, എന്നെ വിളിച്ചത് അനുഗ്രഹിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഞാൻ യേശുവിൻ്റെ അരികിൽ വന്നത് യേശുവിനെ പിൻപറ്റുവാനാണ് വന്നത്. എങ്ങനെയാണ് പിൻപറ്റുന്നത്? നിന്നയും പരിഹാസവും. എൻ്റെ പിന്നാലെ വരുന്നവൻ എൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരുവാനാണ് പറഞ്ഞത്. നിങ്ങളെ നിന്ദിക്കുന്നവർ അനേകർ കാണാം, നിങ്ങളെ പരിഹസിക്കുന്നവർ അനേകർ കാണാം. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, കൃപയാ തമ്പുരാൻ എന്നെ നിർത്തിയിരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ജീവകിരീടം പ്രാപിപ്പിക്കുന്നിടം വരെ ഞാൻ വിശ്വസ്തയോടെ, ഹല്ലേലൂയ, ആ വിശ്വസ്തത നിങ്ങളുടെ അകത്ത് വെളിപ്പെടണം. ആ വിശ്വസ്തത. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, നീ നിഗളിച്ച് പിടികിട്ടിയോ? ഈ ശുശ്രൂഷ അങ്ങോട്ട് കൈമാറി കഴിയുമ്പോൾ ദൈവം അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നതിലും അധികം നിന്നെ കൊണ്ട് ചെയ്യിക്കാനൊക്കെ തുടങ്ങി കഴിയുമ്പോൾ പ്രവചനങ്ങൾ വരുന്നു, രോഗസൗഖ്യങ്ങൾ വരുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ എഴുന്നേക്കുവാൻ ഇടവരരുത്. ഹല്ലേലൂയ. ഇവിടം പറയുന്ന അങ്ങനെ വന്നാൽ നിങ്ങളുടെ വായികളെ, ഹല്ലേലൂയ, നിന്റെ വായിൽ നിന്ന് പുറത്തോട്ടൊരു വാക്ക് വരാതെ അതിനെ സൂക്ഷ്മതയോടെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാൻ പറയാം, കർത്താവിന് വേണ്ടാത്ത ഒന്നിനകത്ത് നിങ്ങളൊരു കോംപ്രമൈസ് ചെയ്യാൻ പോകരുത്. കർത്താവ് പറഞ്ഞതിനകത്ത് ഉറച്ചു നിൽക്കണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ അകത്തെ ദൃഷ്ടി പ്രകാശിച്ചിട്ട്, അകത്തെ നിങ്ങളെ വിളിച്ച വെളിപ്പാടിനെ, കർത്താവ് നിങ്ങളെ വിളിച്ചതിനെ ഇന്ന് പകൽ തിരിച്ചറിയാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെല്ലാം കണ്ണുകളെ തുടർമാനമായി അടുത്ത ആഴ്ച തുടർമാനമായി എടുക്കും. കണ്ണുകളെ അടച്ചേ. ഇന്ന് ഈ പകലിലൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ്, ഞങ്ങൾ ചില പ്രതിസന്ധികളിൽ കൂടെയും പ്രശ്നത്തിൽ കൂടെയൊക്കെ ഞങ്ങൾ കടന്നു പോകുമ്പോഴും അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങൾക്ക് കാണുവാനൊരു ഭാഗ്യമുണ്ടാകണം. പൗലോസ് കണ്ടതുപോലെ, പത്രോസ് കണ്ടതുപോലെ, യോഹന്നാൻ കണ്ടതുപോലെ അകത്തെ ആത്മാവിനാൽ കർത്താവെ, ഞങ്ങളുടെ അകക്കണ്ണ് തുറന്നിട്ട്, കർത്താവെ, ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ഞങ്ങളുടെ വിളിയാലുള്ള ആശയം എന്നതെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. കർത്താവെ, ഞങ്ങളങ്ങ് കാണുകയാണ്. ലാസറിനെ അടക്കപ്പെട്ടിട്ട് 4-ാം ദിവസമായെങ്കിൽ യേശു കല്ലറയ്ക്കൽ വന്നിട്ട് പറഞ്ഞു, കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റുവീൻ, ലാസർ പുറത്ത് വരട്ടെ. ഹല്ലേലൂയ. അങ്ങ് കണ്ടതുപോലെ ഞങ്ങൾക്ക് കാണുവാൻ ഞങ്ങളുടെ അകക്കണ്ണിനെ ഒന്ന് തുറക്കണമേ അപ്പാ. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തെ കർത്താവേ, ഈ ജനത്തിലേക്ക് അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനെ അധികമായി അയക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എലീശ തൻ്റെ ബാല്യക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ഇവൻ്റെ അകക്കണ്ണ് തുറക്കുവാൻ കർത്താവെ അടിയനും അതുപോലെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഇവരുടെ അകക്കണ്ണ് തുറന്നിട്ട്, യേശുവിൻ്റെ നാമത്തിൽ അകക്കണ്ണ് തുറക്കുമ്പോൾ ഇവരുടെ കണ്ണുനീര് മാറിപ്പോവും. കർത്താവെ ഇവരുടെ പ്രതിസന്ധികൾ മാറിപ്പോവും. ഇവർ കർത്താവിനാൽ ഒരു വെളിപ്പാട് ലഭിക്കപ്പെടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഒരു വലിയ ദൈവപ്രവൃത്തി ഇവരുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവെ വെളിപ്പെടട്ടെ. കർത്താവെ അങ്ങയുടെ ആത്മാവിനാൽ ഇങ്ങനെ ആത്മാവിനാൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവരുടെ കൈകളിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഈ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രനാമ യേശുവേ അങ്ങയോട് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ അങ്ങയുടെ കരം നീട്ടിയതിനാൽ, അങ്ങ് ഇവരെ മഹത്വത്തിനായി നിർത്തിയതിനാൽ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ മണ്ഡലങ്ങളും വർധനവിനാൽ വർദ്ധിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനേക ജനം കർത്താവിനെ അറിയുവാൻ ഇടയാകട്ടെ. ഇവർ മുഖാന്തരം അനേക രോഗികൾ സൗഖ്യമാകട്ടെ. അനേകരുടെ മുന്നിൽ ഇവർ അത്ഭുതങ്ങൾ ചെയ്യുന്നവരായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പുതിയ ആത്മാവിനാൽ പുതിയ വെളിപ്പാടുകൾ ഇവരുടെ മണ്ഡലങ്ങളെ തുറക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ജനത്തെ ഞാൻ പ്രാർത്ഥിയെ അടിയ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവേ കരം നീട്ടി മാനിച്ച കൃപയ്ക്കായി സ്തോത്രം. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ